ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, യാക്കൂബ് നബി നമ്പർ 1 918 കേരറ്റ് വഹാബിയായിരുന്നു. ആര്? യാക്കൂബ് നബി. യാക്കൂബ് നബി 918 16 അല്ല, അവിടെ ഗോൾഡൊക്കെ നമുക്ക് എത്ര ഉണ്ടാവില്ല, 16 ഉണ്ടാവുള്ളൂ. ഇത് 18 ക്യാരറ്റ് വഹാബിയായിരുന്നു യാക്കൂബ് നബി. ഏത് യാക്കൂബ് നബി? നേരത്തോടെ പറഞ്ഞല്ലോ, യൂസുഫ് നബിയുടെ ഷർട്ട് കണ്ണിലിട്ടിട്ട് കണ്ണിന്റെ രോഗം മാറിയ, കണ്ണിന്റെ കാഴ്ച തിരിച്ച് കിട്ടിയ വഹാബി. പറയട്ടെ. നിങ്ങൾക്ക് എന്നൊരു കാര്യം അറിയോ? 25 പ്രവാചകന്മാരെ പറ്റി പറഞ്ഞല്ലോ ഖുർആൻ. ആ പേരെടുത്ത് പറഞ്ഞ മുഴുവൻ പ്രവാചകന്മാർ വഹാബി പ്രസ്ഥാനത്തിലെ ലീഡർമാരായി. ഖുർആനിലെ പേരെടുത്ത് പറഞ്ഞ 25 നബിമാരും വഹാബി പ്രസ്ഥാനത്തിന്റെ ലീഡർമാരായിരുന്നു. KNMന്റെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ ആരൊക്കെയായിരുന്നു? പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി. പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി. KNMന്റെ പ്രസിഡന്റ് സക്കരിയ നബി, KNMന്റെ സെക്രട്ടറി യഹിയ നബി, KNMന്റെ ട്രഷറർ ഈസാ നബി. വല്ല തെളിവും കൊണ്ടുവരാൻ കഴിയും? ഖുർആൻ വേണ്ട, ഹദീസ് വേണ്ട. അനസ് മൗലവിക്ക് ചോദിക്കും പോലെ ഒരു നെഹബിന്റെ കിതാബിന്റെ പൊടിക്കയിൽ കൊണ്ടുവരാൻ കഴിയും? ഞാൻ പറഞ്ഞ തള്ളോട് തള്ള്, എന്തും തള്ള. ഇനി കേട്ടോളൂ, മുജാഹിദ് പള്ളിയിലെ മുത്തവല്ലിയായിരുന്നു സക്കരിയ നബി. കേട്ടോളൂ, പള്ളിയിലെ ഉത്തരവാദിത്തമുള്ള ആള് സക്കരിയ നബി അങ്ങനെ ഒരാളായിരുന്നു. പള്ളിന്റെ മുഴുവൻ ചുമതലയുള്ള വലിയ മുജാഹിദ് പള്ളിയിലെ വലിയൊരു ഇമാം. മുജാഹിദ് പള്ളിയിലെ, അന്നത്തെ സമസ്ത പള്ളിയിലെ, മനസ്സിലായോ? ഞാൻ പറയാം, അന്ന് സമസ്തക്ക് പള്ളി ഇല്ല. ഞങ്ങൾക്കില്ലല്ലോ സമസ്തക്ക് പള്ളിയില്ല. പിന്നെ ആർക്കെ പള്ളിയുള്ളൂ? വഹാബികൾക്ക്, മുജാഹിദുകൾക്ക് സക്കരിയ നബിയുടെ കാലത്ത് പള്ളിയുള്ളൂ. അന്നത്തെ സക്കരിയ നബി മുജാഹിദ് പള്ളിയിലെ മുത്തവല്ലിയായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞുകൂടാതെ? ഇതിനെ ഖുർആനിലെ തെളിവുണ്ട്. ഇവരത്രേ ഉള്ളൂ. ഇത് ഈ സാധുക്കൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ടല്ലോ. ഞാൻ വിചാരിക്കണം, ഇവിടുത്തെ പാവങ്ങൾ എന്താ വിശ്വസിച്ചപ്പോ, ഞങ്ങളൊക്കെ ഏത് പ്രസ്ഥാനത്തിലുള്ളത്? സക്കരിയ നബി പ്രസിഡന്റായ പള്ളിയുടെ, ആ സലഫി പള്ളിയുടെ പിൻഗാമികളാണ് ഞങ്ങള്. ഈ സാധുക്കൾ പെടല് നോക്കും നിങ്ങള്. ഞാൻ ഇവരെ കുറ്റം പറയില്ല, പാവങ്ങളാണ് ഇവരൊക്കെ, പച്ച സാധുക്കൾ. അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ആമി പറയുമ്പോട്ടെ, നന്നായിക്കോട്ടെ, നമുക്ക് എന്താ സങ്കടം? നമുക്ക് അവരെ പോലെ വീറും വാശൊന്നുമില്ല, നേരാണ് ഒരൊറ്റ ആഗ്രഹമുള്ളൂ. അല്ലാഹുവേ ഹിദായത്ത് കൊടുക്കണേ റബ്ബേ. ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ശരീരത്തെ തൊട്ട് നാടിനെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. രണ്ടു പേർക്കുണ്ട്. എന്തൊക്കെയാ പറഞ്ഞത്? ഇതൊന്നല്ല. ഇയാള് പറയുന്നുണ്ട്, നൂഹ് നബി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കടപ്പുറത്ത് വന്നിരുന്നു. നമ്മളെ സമ്മേളനം നടന്നിട്ടുണ്ടോ? ആ കടപ്പുറത്ത് സമ്മേളനത്തിനെ കുറിച്ച് ഇയാൾ പറയുന്നത് അറിയോ? ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരൊക്കെ നരകത്തിലേക്കാ പോകുന്ന അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏത് സമ്മേളനം? നമ്മുടെ സമസ്തന്റെ സമ്മേളനം നടന്നില്ലേ, ജനുവരി 8-ന്. ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരൊക്കെ നരകത്തിലേക്കാണെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. സമ്മേളനം ഉണ്ടായത് ജനുവരി 8-ന്. അല്ലാഹു സൂറത്തുൽ ഖസസിൽ പറഞ്ഞു. അപ്പൊ സൂറത്തുൽ ഖസസ് എന്താ ഇറങ്ങിയത്? ഏറ്റവും ചുരുങ്ങി ജനുവരി 8 12 രാത്രി 12 മണിക്ക് ശേഷമാണ്. കാരണം ഞാൻ പ്രസംഗിക്കുമ്പോൾ രാത്രി അവിടെ ജനുവരി 8 രാത്രി 11:30 മണിക്ക് എന്റെ പ്രസംഗം കഴിയുന്നത്. കേട്ടോളൂ. നിങ്ങൾ ആ കാണുന്ന വലിയ താടിയും തലപ്പാവും ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്ന ആ കടപ്പുറത്ത് വന്നവരെ കുറിച്ച് സൂറത്ത് ഖസസിൽ അല്ലാഹു പറയുന്നത് അറിയോ? ആരെ കുറിച്ച്? കടപ്പുറത്ത് വന്നവരെ കുറിച്ച് അല്ലാഹു പറയും, സൂറത്തുൽ ഖസസിൽ പറയുന്നു. നമ്മുടെ തള്ളോട് തള്ള്. നിങ്ങളൊക്കെ തള്ള് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ലോഡ് കണക്കിന് തള്ളുന്നത്, ടാങ്കർ ലോറിനെ കണക്കില്ല തള്ള. പറയട്ടെ. അവർ നിങ്ങളെ നയിക്കുന്നത് നരകത്തിലേക്കാണ്. ആ നേതാക്കന്മാരുടെ പ്രത്യേകത അതാണ്. വജഅൽനാഹും അയിമ്മത്തൻ, ആ നേതാക്കന്മാരെ നാം തിരഞ്ഞെടുത്തു, അവർ നിങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നത്. കടപ്പുറത്ത് ഒന്നരെ കുറിച്ച് ഇറങ്ങിയ ആയതാണ് വജഅൽനാഹും. എന്താണ് ഈ പറയുന്നതൊക്കെ? വിശുദ്ധ ഖുർആനിലെ ഒന്ന് പറയട്ടെ. എന്നാൽ 40-ാം അധ്യായം 41-ലുള്ള എന്താ അറിയോ? വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് വതദൂനനി ഇലൻ നാർ. ജനങ്ങളെ, എനിക്ക് എന്തൊരു അനുഭവം! ഞങ്ങളെ സ്വർഗത്തിലേക്കാ ക്ഷണിക്കുന്നത്, നിങ്ങളാകട്ടെ എന്നെ നരകത്തിലേക്കാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സമസ്ത മുസ്ലിമീങ്ങളെ നയിക്കുന്നത് നരകത്തിലേക്കാണ്. മൂപ്പര് ഉറപ്പിച്ചു. മൂപ്പരണ്ട് ഉറക്കോലത്. അള്ളാന്റെ ദീനം ഉറപ്പിക്കേണ്ടത് ബാലുശ്ശേരിയാണല്ലോ. ഏത് ബാലുശ്ശേരി? ആ സമ്മേളന വേദിയിൽ പോലും പ്രസിദ്ധ അവസരം കിട്ടാത്ത അധ്യയാണ്. പറയട്ടെ. ഞാൻ തെളിവ് ഉദ്ധരിച്ചാ പറയുന്നത്. എന്താ തെളിവ്? കേട്ടില്ലേ? സൂറത്തുൽ ഖസസിൽ ആയത്ത് ഉദ്ധരിച്ചിട്ട് പറയാണ്, ജനുവരി 8-ന് കോഴിക്കോട് കടപ്പുറത്ത് സമ്മേളനത്തിൽ വന്നവരൊക്കെ നരകത്തിലേക്കാണ് പോകുന്നത്. എന്നാ പിന്നെ ആരാ സ്വർഗത്തിലേക്കുള്ളത്? മുജാഹിദുകളൊക്കെ സ്വർഗത്തിൽ പോ? അതും പോകൂല. ഇനി അതൊന്നുകൂടി പറയണെന്താ? ആ കടപ്പുറത്ത് വന്നവരൊക്കെ കാലത്ത് നൂഹ് നബി എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നൂഹ് നബി പ്രാർത്ഥിക്കത്തിലെ കടലൊന്ന് എരച്ച് കേറിയിട്ട് നമ്മളൊക്കെ നശിച്ചു പോകാൻ. എന്താണ് ഇതൊക്കെ? ഇതൊക്കെ ഒരു പണ്ഡിതന് യോജിച്ചതാണോ?
ഒരു പ്രഭാഷകന് യോജിച്ചതാണോ? ഇതാണോ പ്രബോധനം എന്ന് പറയുന്നത്? ഇതാണോ പ്രബോധകന്മാരുടെ ശൈലി? ഇവരാണോ പ്രബോധകന്മാരായിട്ട് നിൽക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചോദിക്കുകയാണ്, ഇതാണോ വേണ്ടത്? ഇതൊക്കെയാണ് ഒരു പ്രബോധകന്റെ നാവിലൂടെ വരേണ്ടത്. കേൾക്കൂ നിങ്ങൾ. എന്നിട്ട് അള്ളാഹിനോട് നൂഹ് നബി ആവശ്യപ്പെടുന്ന അറിയോ? നിന്നെ വിട്ടിട്ട് നിനക്ക് മാത്രം കൽപ്പിക്കാതെ 5 ഔലിയാക്കളെ വിളിക്കണ ഇക്കൗമിനെ, ഈ കാഫറുകളെ. അപ്പൊ നൂഹ് നബി കാഫറുകൾ എന്ന് വിളിച്ചാരെയാ? ബാലനെയും സുരേന്ദ്രനെയാ? 5 ഔലിയാക്കളെ വിളിക്കുന്ന പത്തരമാറ്റ അന്നത്തെ സമസ്തയെ വെള്ളത്തിൽ മുക്കിക്കൊല്ലണേ. നൂഹ് നബി കാഫർ എന്ന് വിളിച്ചത് സമസ്തക്കാരാണ്. ഇയാൾക്ക് സമസ്ത എന്ന് പറഞ്ഞ പച്ച കാഫറിനെ. പിന്നെ എന്തിനാ കൂട്ടർ ഈ മുസ്ലിം ഐക്യവേദിയൊക്കെ ഉണ്ടാക്കും ഞങ്ങളപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത്? അത് ഐക്യവേദി ആവില്ലല്ലോ, മുസ്ലിം ഐക്യവേദിയല്ലോ, മുസ്ലിം പ്ലസ് കാഫർ ഐക്യവേദിയല്ലേ ആവുള്ളൂ. ഞാനതാ ചോദിച്ചത്, ഞാനത് തുടക്കത്തിൽ ചോദിച്ചത്, നിങ്ങൾ എങ്ങനെ മയ്യത്ത് നിസ്കരിക്കാൻ പങ്കെടുക്കും? കണ്ടാലോ ദൂരം നിന്ന് അസ്സലാമു അലൈക്കും കണ്ടില്ല? കാഫിറോട് സലാം പറയാൻ പറ്റുമോ? അല്ലാഹു റസൂൽ എപ്പോഴെങ്കിലും അബൂജഹലിനോട് സലാം പറഞ്ഞിട്ടുണ്ടോ? ഉത്തുബത്തിനോട് സലാം പറഞ്ഞിട്ടുണ്ടോ? ഷൈബത്തിനോട് സലാം പറഞ്ഞിട്ടുണ്ടോ? ഒരു തെളിവ് കൊണ്ടുവാ. എന്തും പറയാനാ പറയട്ടെ. അന്നത്തെ സമസ്തയെ, അന്ന് സമസ്തയിൽ മൊയ്ലിയന്മാരുണ്ടായിരുന്നു. അത് കേൾക്കണം നിങ്ങൾക്ക്. അതാണ് ഞാൻ നേരത്തെ വായിച്ചത്. അന്നത്തെ പ്രമുഖരായ മൊയ്ലിയന്മാർ ആ ജനങ്ങളോട് വന്ന 5 ഔലിയാക്കൾ ഉപേക്ഷിക്കരുത്, മുജാഹിദുക്ക് ഭ്രാന്താണ്. നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എന്തൊക്കെയാണ് നൂഹ് നബിയെ കുറിച്ച് പറയേണ്ടത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയാൻ ഒരു മടിയില്ലാത്ത ഇതിനൊക്കെ കാരണം പറഞ്ഞെന്താ? നമ്മൾ കബറിങ്ങ് പോയി സഹായം തരാം. ഇതേതാ കിതാബ്? അടുത്ത് പറയാം. ഇടക്കൊരു ക്ലിപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. ഇതാ കിതാബ്. എനിക്കിത് കുറേ പറയാണ്ട് വിഷയങ്ങൾ, പക്ഷേ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞ സ്ഥിതി കുറച്ച് ഇടുമ്പോൾ ലോണ്ട് ഇടക്കിടാണ്. ഇടണ്ടായിക്കോട്ടെ, ഒക്കെ കണ്ണീരട്ടായിരിക്കാൻ കുറച്ച് നല്ലതാണ്. ഇടക്കുണ്ടായിക്കോട്ടെ, വർക്കത്തെന്ന് പറയാൻ പറ്റൂല, അതിന് പറ്റിയ സാധനമല്ലല്ലോ. ഇതേതാ കിതാബ്? ഇത് ഇവരുടെ ഏറ്റവും വലിയ നേതാവ് ഇബ്നു തൈമിയ. ആരാ ഇബ്നു തൈമിയ? ഈ കഴിഞ്ഞ സമ്മേളനത്തിന്റെ മുജാഹിദ് കടപ്പുറത്ത് സമ്മേളനം വെച്ചല്ലോ, ആ സമ്മേളനത്തിൽ ഒരു പരമ്പര വായിച്ചു. ആ പരമ്പര രണ്ടാമത് വായിച്ചല്ലോ ഇബ്നു തൈമിയ എന്ന് പറഞ്ഞിട്ട് വായിക്കുന്നൊരു പരമ്പര ഉണ്ട്. അത് വായിച്ച് അവർ പറയുന്നുണ്ട്, നമ്മൾ അംഗീകരിക്കേണ്ട പരമ്പര എന്ന് പറഞ്ഞിട്ട് നേതാക്കന്മാരെ പേര് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പേര് വായിക്കട്ടെ. ആരാണത്? കാലത്ത് ലോകത്ത് വലിയായി അറിയപ്പെട്ട അവരൊക്കെ ഈ ഇസ്ലാമിന്റെ തനിമയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വന്ന നവോത്ഥാനത്തിന്റെ നായകന്മാരായിരുന്നു. അവരുടെ പിൻഗാമികളായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഓക്കേ, എന്താ പറഞ്ഞത്? സഹാബികളെയും താബികളെയും പിൻഗാമികളായിട്ട് നവോത്ഥാന നായകന്മാരായിട്ട് ലോകത്ത് വന്ന ആളുകളാണ് ഇബ്നു തൈമിയ. അവരുടെ പാത സ്വീകരിക്കണം എന്നാണ് കടപ്പുറത്ത് പറഞ്ഞത്. ആ ഇബ്നു തൈമിയുടെ കിതാബിന്റെ കയ്യിലുള്ളത്. ആ ഇബ്നു തൈമിയുടെ ഇപ്പൊ കഴിഞ്ഞ സമ്മേളനത്തിൽ കടപ്പുറത്ത് വെച്ചുകൊണ്ട് അവർ പ്രഖ്യാപിച്ചു ഇബ്നു തൈമിയ അംഗീകരിക്കണമെന്ന്. ആ ഇബ്നു തൈമിയുടെ കിതാബാണ് എന്റെ കയ്യിലുള്ളത്. ഞാൻ വായിക്കാം. കബറിങ്ങ പോയിട്ട് എന്താ നേട്ടം എന്നല്ലേ നിങ്ങൾ ചോദ്യം? കബറിങ്ങ പോയിട്ട് എന്താ കാര്യമെന്നല്ലേ ചോദ്യം? നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ കിതാബ് പഠിക്കൂ, എന്നിട്ട് ചർച്ചയ്ക്ക് വരൂ. അതാണ് പറഞ്ഞാൽ എന്തും അർത്ഥം വെച്ചു ആർക്കും പോകാലോ. നോക്കൂ, ഈ കിതാബിൽ സാക്ഷാൽ ഇബ്നു തൈമിയ പറഞ്ഞ വായിക്കാം. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇബ്നു തൈമിയ പറയുന്നു, നോക്കൂ നിങ്ങൾ, വകദാലിക അയ്ളൻ മാ യുർവാ അന്ന റജുലൻ ജാഅ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വശകാ ഇലൈഹിൽ ജദ്ബാ ആമൻ റമാദാ. എന്താ സംഭവം? ഒരു സഹാബി, ഫതുഹുൽ ബാരി പറയുന്നുണ്ട്, വന്നാളാരാണ്? സഹാബിയാണ്. സഹാബിയുടെ പേരെന്താ? ഫതുഹുൽ ബാരി രേഖപ്പെടുത്തുന്നു, സയ്യിദുനാ ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി വവഹദുസ് സ്വഹാബാ. സഹാബികളിൽപ്പെട്ട സയ്യിദുനാ ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിലേക്ക് വരികയാണ്. വശകാ ഇലൈഹി, നബിയോട് ആവലാതി ബോധിപ്പിക്കുന്നു. എന്നാ സംഭവം? മദീനത്ത് മഴയില്ല, മദീനത്ത് വെള്ളമില്ല, ജനങ്ങളൊക്കെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് സയ്യിദുനാ ബിലാൽ തങ്ങള് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് പറയുകയാണ്. ഫതുഹുൽ ബാരി കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. നബിയോട് പറഞ്ഞു, നബിയേ ഇസ്തസ്കിലി ഉമ്മത്തിക യാ റസൂലുള്ളാഹ്, നബിയേ മഴയില്ല, വെള്ളമില്ല, നബിയേ അങ്ങ് മഴയ്ക്ക് വേണ്ടി തേടണം. ആരോടാ പറയുന്നത്? ഖബറിൽ കിടക്കുന്ന മുത്തുനബിയോട്. ഇയാളെ ഭാഷ പറഞ്ഞാൽ അബൂജഹലിനേക്കാൾ കടുപ്പമുള്ള കാഫിർ. ആര്? സഹാബി. രണ്ടുപേരില്ലേ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവർക്കെന്തും പറയാട്ടോ, ഇവർക്കെന്തും പറയാം. ഇവർക്കൊന്നും പേടിക്കാലല്ലോ.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞു, നബിയേ അസാബന്നാസ ഖഹത്തു ഫീ സമനി ഉമറ. ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തുന്നു. ഇതെന്നാ ഉണ്ടായത്? മഹാനായ ഉമർ അല്ലാഹു രാജ്യം ഭരിക്കുന്ന സമയത്താണ്. മഴയില്ല, വെള്ളമില്ല. ബിലാൽ തങ്ങൾ നബിയോട് പറയുന്നു, നബിയേ മഴയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നബിയേ. അപ്പോഴതാ ഫറആഹു മുത്തുനബി തങ്ങൾ നോക്കൂ, നിങ്ങൾ ഇബ്നു നബി തൈമിയ രേഖപ്പെടുത്തുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിലാൽ തങ്ങൾ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ബിലാൽ തങ്ങളോട് കൽപ്പിക്കുന്നു. എന്താ കൽപ്പിക്കുന്നത്? ഉമർ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ പറയുന്നു. കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. മഴ ലഭിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇബ്നു തൈമിയ പറയുകയാണ്, ഇതൊന്നും കണ്ടിട്ട് മായാവി കഥകളാണെന്ന് പറയണ്ട, തള്ളുകളാണെന്ന് പറയണ്ട, ഇതൊന്നും ഇല്ലാത്ത കഥകളാണെന്ന് പറയണ്ട, അത് മുത്തുനബിക്ക് മാത്രമാണെന്നും പറയണ്ട. ഇങ്ങനെയുള്ള സംഭവങ്ങൾ മഹാന്മാരെ ഖബറിന് പോയി സഹായം തേടുന്നു, അവിടുന്ന് ഉത്തരം ലഭിക്കുന്നു, മറുപടി ലഭിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ റസൂലുള്ളാഹിക്ക് മാത്രമല്ല, ലിമൻ ഹുവ ദൂനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിക്ക് മാത്രമല്ല, മുത്തുനബിന്റെ താഴെയുള്ള ഔലിയാക്കൾ അങ്ങനെയാണല്ലോ. ഔലിയാക്കളെ അമ്പിയാക്കളെ താഴെയാണ്. ഒരു വലിയും നബി അമ്പിയാക്കളെക്കാൾ മീതയല്ല. ഇവിടെയാണ് അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത്? സമസ്തക്കാർക്ക് ഇഷ്ടം, സമസ്തക്കാരെ അമ്പിയാക്കളെ താഴ്ത്തി കിട്ടുന്നവരും ഔലിയാക്കളെ മഹത്വവൽക്കരിക്കുന്നവരാണ്. എവിടെയാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്? സമസ്തന്റെ ഒരു ബുക്ക് കാണിക്കുന്നു. ഏതെങ്കിലും ഒരു ബുക്കിൽ ഏതെങ്കിലും ഒരു നബിയെ കുറിച്ച്, ഇപ്പൊ ഞങ്ങൾ ഔലിയാക്കളെ കൂടുതൽ പ്രധാനമായിട്ടുണ്ടെന്നവരാണ് സഹാബാക്കൾ, മുഹിദ്ദീൻ ഷേഖ്, മമ്പറന്തങ്ങള്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഔലിയാക്കൾ നബിമാരെക്കാൾ മീതയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു സമസ്തന്റെ ബുക്ക് എടുത്ത് കാണിക്കൂ. ഇവിടെ പ്രസംഗിച്ചെന്താ? അതേ പറയും, ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു പോകാം, എന്തൊക്കെയോ പറയാം. കേൾക്കുന്നു. എല്ലാ അമ്പിയാക്കളും സമസ്തയെ എതിർത്തിരുന്നു. എല്ലാ അമ്പിയാക്കളെയും സമസ്ത എതിർത്തിരുന്നു. എന്ത്? എല്ലാ അമ്പിയാക്കളും സമസ്തനെ എതിർത്തിരുന്നു. എന്താണ് നിങ്ങൾ ആലോചിക്കുക? സമസ്ത കേരള ജമിയത്തിലും ഉണ്ടായത് എന്താ? എല്ലാ നബിമാരും സമസ്തനെ എതിർത്തിരുന്നു. സമസ്ത എന്നും നബിമാരെ എതിർത്തിരുന്നു. നമ്മൾ ഒരു നബിനെ, ഏതെങ്കിലും ഒരു നബിയെ എതിർത്തിട്ട് ഒരു രേഖ കാണിക്കട്ടെ. ഒരു നബിനെ എതിർത്തിരുന്നു. ഒരു നബി, ഇന്ന നബി നമ്മൾ പറയുന്നില്ല. ഏതെങ്കിലും ഒരു നബി എതിർത്തതായിട്ട് ഒരു രേഖ കാണിക്കാൻ മുജാഹിദ് ബാലുശ്ശേരിക്ക് ധൈര്യമുണ്ടോ? എന്നാ കൊണ്ടുവരട്ടെ. എന്തു പറഞ്ഞു പോകല? കേട്ടോളൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിൽ പോയതിനെ കുറിച്ച് ഇബ്നു തൈമിയ പറയുകയാണ്. മുത്തുനബിന്റെ ഖബറിൽ പോയാൽ മാത്രമല്ല, അവരെ താഴെയുള്ള ഔലിയാക്കൾ അവരെ ഖബറിൽ പോയാൽ ഇങ്ങനെ ഉത്തരം കിട്ടും. വഅരിഫു മിൻ ഹാദാ വഖായി, അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ എനിക്കറിയാം. എനിക്കല്ലട്ടോ, ഇബ്നു തൈമിയ. ഏതാ ഇബ്നു തൈമിയ? നിങ്ങൾ ഈ കഴിഞ്ഞ സമ്മേളനത്തിലാ പറഞ്ഞത്, മുത്തുനബിയുടെയും സഹാബത്തിന്റെയും താബിഈങ്ങളെയും ആ പാരമ്പര്യത്തിലെ കണ്ണിയാണ് ഇബ്നു തൈമിയ. നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ കണ്ണിയാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയാണ് പറയുന്നത് എന്ത്? മുത്തുനബി തങ്ങളെ ഖബറിൽ പോയാൽ മാത്രമല്ല, ഔലിയാക്കളെ ഖബറിൽ പോയാലും ഉത്തരം കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നില്ല. വകദാലിക സുആലു ബഅദിഹിം ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലി ഗൈരിഹി മിൻ ഉമ്മത്തിഹി ഹാജതൻ فَتُقْضَى لَهُ فَإِنَّ هَذَا قَدْ وَقَعَ كَثِيرًا. ഇബ്നു തൈമിയ പറയുന്നത് വഖദാലിക, ഇപ്രകാരം തന്നെ സുആലു ബഅദിഹിം, ആളുകൾ വന്ന് ചില ആളുകൾ ചോദിക്കുന്നു ആരോട്? ലിന്നബി, നബിയോട് സങ്കടങ്ങൾ പറയുന്നു. ഔലി ഗൈരിഹി, അല്ലെങ്കിൽ നബി അല്ലാത്തവരോട്. അവരാരാൽ? മിൻ ഉമ്മത്തിഹി, റസൂലുള്ളാഹിന്റെ സമുദായത്തിൽപ്പെട്ടവരോട്. എന്താ പറയുന്നത്? ഹാജത്തൻ, അവരുടെ ആവശ്യങ്ങളൊക്കെ വന്ന് പറയുന്നു. ഫതുഖ്ലാലഹു, എന്നിട്ട് ഖബറിൽ പോയി പറയുമ്പോ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു. ഫഇന്നഹാദാ ഖദ് വഖഅ കസീറ, സംശയിക്കണ്ട, മാളിയായ ഫീൽ കഥ കടന്നു കഴിഞ്ഞാൽ അത് തഹ്ഖീഖിനെ ഫായിദപ്പിക്കുമെന്നാണ് ബാലുശ്ശേരിക്ക് എന്ത് തഹ്ഖീഖും തഖ്ലീലും വെച്ചിരിക്കുന്നു. ഖദ് വഖഅ കസീറ, അങ്ങനെ ധാരാളം സംഭവം ഉണ്ടായിട്ടുണ്ട്. ചിന്തിക്കണ്ട, സംശയിക്കേ വേണ്ട, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ആരാ? സാക്ഷാൽ നിങ്ങളെ നേതാവായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഇബ്നു തൈമിയാണ്. ഇക്കഴിഞ്ഞ സമ്മേളനത്തിൽ വരെ ഇബ്നു തൈമിയെ കുറിച്ച് പറഞ്ഞത് മുത്തുനബിയുടെയും സഹാബത്തിന്റെയും താബിഈങ്ങളെയും പരമ്പരയിലെ കണ്ണിയാണ്. കഴിഞ്ഞില്ല.
അടുത്ത് കൊണ്ടു. നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് വരണ്ടേ സംസാരിക്കാൻ? മുജാഹിദ് ബാരിഷിന് വന്നിട്ട് ഇത് വായിച്ചു തരട്ടെ. ഞാൻ പറയണില്ല, ഇതൊന്ന് വായിക്കാൾ കഴിയും. എൻ്റെ അർത്ഥം വെക്കല് മുജാഹിദ് ബാരിഷിന്റെ അറിവിനെ കുറിച്ച് ഞാൻ പറയണില്ല, അവരുടെ നേതാവ് പറഞ്ഞു കേട്ടോ. ഹദീസ് പോലും കൊടുത്ത വായിക്കാൻ അറിയാത്ത ആളാണ് ആ ആളാപ്പ സയ്യിദുൽ ഉലമ ചോദ്യം ചെയ്യുന്നത്. വലിയ 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 കിതാബുകൾ ഓതി കൊടുക്കുന്ന സയ്യിദുൽ ഉലമയെ ചോദ്യം ചെയ്ത ആളാരാണ്? ഇയാളെ കഴിവിനെ കുറിച്ച് നമ്മൾ ആരോപിക്കണ്ട, ഇവരുടെ കൂടെയുള്ള മുജാഹിദ് പണ്ഡിതൻ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. ഇദ്ദേഹത്തിന്റെ അറിവെന്താണ്, ഇദ്ദേഹത്തിന്റെ കഴിവെന്താണെന്ന് കേട്ടോളൂ. സഹോദരന്മാരെ, ഈ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ ആ പാവത്തിന്റെ ഇൽമിന്റെ വിഷയത്തിൽ, പാവത്തിന്റെ സമ്പത്തിന്റെ വിഷയത്തിൽ അയാളെല്ലാം കാശില്ല ആളാണ്. അല്ലാതിരിക്കട്ടെ, ആവട്ടെ. ഇൽമിന്റെ വിഷയത്തിൽ ദാരിദ്ര്യത്തിന്റെ ആളാണ് അദ്ദേഹം. ഹദീസിന്റെ വിഷയമാണ് അയാൾ സംസാരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെയും വിവരമുള്ള ആൾക്കാരെയും അയാൾ കാഫിറാക്കുന്നത്, മുശ്രിക്കാക്കുന്നത്. എന്താ? ബുഖാരിയിലെ ചില ഹദീസുകൾ വിമർശിക്കപ്പെട്ട ഹദീസുണ്ട് എന്ന് പറഞ്ഞ കാരണത്താൽ അങ്ങനെ പറയുന്നവർ മുഴുവൻ നരകത്തിലെന്നാണ് ഇപ്പൊ അയാൾ പറഞ്ഞത്. അപ്പൊ ആരൊക്കെ പോണം? ആരൊക്കെ പോണം? ആധുനിക ഹദീസു പണ്ഡിതനായ ഇമാം അൽബാനി ഒന്നാമത് നരകത്ത് പോണം. അതായത് മുജാഹിദ് ബാരിശ്ശേരി എല്ലാരും കാഫിറാക്കണം, മുജാഹിദിലെ മറുഗ്രൂപ്പിനെ കാഫിറാക്കി പറയണേ. ആ കാഫിറാത് അംഗീകരിക്കുകയാണെങ്കിൽ ഇവരുടെ വലിയൊരു നേതാവ് നാസറുദ്ദീൻ അൽബാനി, അയാൾ കാഫിറാക്കണം. പിന്നെ എന്തേ ഇമാം അൽബാനി ഏതാനും ഹദീസ് വൈഫാന്ന് പറഞ്ഞിട്ടുണ്ട്. സംശയം എന്നോട് ചോദിച്ചോണ്ടി, ചോദ്യോത്തരത്തിന് സമയത്ത് എന്നോട് ചോദിച്ചോളൂ, ഞാൻ കാണിച്ചു തരാം. ഇബ്നു ഖയ്യിം വിമർശിച്ചിട്ടുണ്ട് ബുഖാരിയിലെ സഹീഹ് ഹദീസിനെ. ഇബ്നു തൈമിയ്യ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് നമ്മൾ പറയുന്ന ഇബ്നു തൈമിയ്യ ബാലുവിന്റെ അത്ര തിരിഞ്ഞിട്ടേ അല്ല, അവരും നരകത്തിന്റെ ആള്. ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയുടെ കർത്താവ്, അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പോരായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞോ? ലോകത്തറിയപ്പെട്ട ഹദീസിന്റെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തലയെടുപ്പുള്ളവനായ ഇമാം ദാറഖുത്നിയിലേക്ക് അയക്കുന്നവന്റെ ക്വാളിഫിക്കേഷൻ എന്താ? അറബി കോളേജിന്റെ വാതിക്കെ പോയി അവിടെ നിന്ന് ഓടിപ്പോന്നു. ബാലുശ്ശേരിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? അറബി കോളേജിന്റെ വാതിലിനോട് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന ആളാണ് മുജാഹിദ് ബാലുശ്ശേരി. ഇയാളെ കഴിവ് കേട്ടോ. ഞാൻ ആദർശബോധത്തിന്റെ ആ ഇസ്സത്ത് മുൻനിർത്തിക്കൊണ്ട് പറയുന്നു, ഞാൻ ഈ ബാലുശ്ശേരിക്കാൻ ഒരു ഹദീസ് കൊടുക്കാം. ഈ സിഹാസിത്തയിൽ നിന്ന് ഒരു ഹദീസ്, ഒരു വരി 2 വരി തെറ്റുകൂടാതെ അത് വായിച്ചാൽ, തെറ്റുകൂടാതെ അർത്ഥം പറഞ്ഞു അതിനായിട്ട് അയാളുടെ കഴിയൂല. അത് വേണ്ട, അർത്ഥം അറിയില്ല, അത് പോട്ടെ. അർത്ഥം മുജാഹിദ് ബാലുശ്ശേരിക്ക് ഹദീസിന് ഒന്നിനും അറിയില്ല. വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ, തെറ്റുകൂടാതെ അതൊന്ന് വായിച്ചു തരാൻ അയാൾക്ക് കഴിയുകയാണെങ്കിൽ അയാൾ പറഞ്ഞ് ഞാൻ കേട്ടോളാം. ഇത് നമ്മൾ പറഞ്ഞല്ല, കൂടെ കിടന്നവർക്കല്ലേ രാപ്പനെ അറിയുള്ളൂ. മുജാഹിദ് പറയാ, മുജാഹിദ് ബാലുശ്ശേരി ഒരു ഹദീസിന്റെ തുണ്ട് കൊടുത്തിട്ട് അത് വായിച്ചെന്നാലും മതി, അർത്ഥമൊന്നും പറയണ്ട. പിന്നെ ഞാൻ ആ ബാലുശ്ശേരിക്ക് ഈ കിതാബ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? എങ്കിൽ കേട്ടോളൂ, ഇബ്നു തൈമി പറയുന്നു, വകദാലിക മാ യുദ്കറു മിനൽ കറാമാതി വഖവാരിഖിൽ ആദാതി അല്ലതി തുജദു ഇൻദ ഖുബൂരിൽ അംബിയായി വസ്സാലിഹീൻ. ഇവിടെ ചോദിച്ചല്ലോ, ഖബറിങ്ങ പോയിട്ട് എന്താ കാര്യം? ഇവിടെ മുജാഹിദ് സുഹൃത്തുക്കളും നമ്മുടെ സംഘാടകരോട് പറഞ്ഞുത്തരേ, ഖബറിങ്ങ പോയിട്ട് എന്താ കാര്യം ചോദിച്ചില്ലേ? കേട്ടോ, നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ നിങ്ങളെ പരമ്പരയിലെ കണ്ണിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എണ്ണിയ ഇബ്നു തൈമി പറയുന്നു, വകദാലിക ഇപ്രകാരം തന്നെ മാ യുദ്കറു മിനൽ കറാമാതി, നമ്മൾ കറാമത്തുകൾ പറയപ്പെടാറുണ്ടല്ലോ, വഖവാരിഖിൽ ആദാതി അസാധാരണ സംഭവങ്ങൾ, അല്ലതി തൂജദു ഇൻദ ഖുബൂരിൽ അംബിയായി വസ്സാലിഹീൻ, അംബിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഖബറുകൾ അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എവിടെ? ഔലിയാക്കൾക്ക് ഉണ്ടാകുന്നല്ല, ഔലിയാക്കളെ ഖബറുകൾ, സാലിഹീങ്ങളെ ഖബറിനെടുക്കൽ കറാമത്തുണ്ടാകുന്നു, അസാധാരണ സംഭവം ഉണ്ടാകുന്നു. ഇതുപോലെ ഔലിയാക്കളെ ഖബറുകൾ പ്രകാശമിറങ്ങും, അംബിയാക്കളെ ഖബറുകൾ പ്രകാശമിറങ്ങും. വൽ മലായികത്തി ഇൻദഹാ, അംബിയാക്കളെയും ഔലിയാക്കളെയും ഖബറുകൾ മലക്കുകൾ ഇറങ്ങാറുണ്ട്. കണ്ടോ, അംബിയാക്കളെയും ഔലിയാക്കളെയും ഖബറിന്റെ അരികിൽ പോയാൽ അവിടെ മലക്കുകളെ സാന്നിധ്യം ഉണ്ടാകും. കഴിഞ്ഞില്ല, കേട്ടോളൂ, അദ്ദേഹം വീണ്ടും പറയുന്നു, ശൈത്താന്മാരെ കെട്ടിയിടും. എവിടെ?
അമ്പിയാക്കന്മാർ ഔലിയാക്കളെ കബറങ്ങ പോയാൽ ഈ ശൈത്താൻ ബാധയുള്ള ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ ആ ശൈത്താൻ ബാധയുള്ളവരെ ഔലിയാക്കൾ പിടിച്ച് കെട്ടിയിടും. ആരാ പറയുന്നത്? നിങ്ങളെ പരമ്പരയിൽ എണ്ണിയ, ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ എണ്ണിയ ഇബ്നു തൈമിയ്യ പറയുകയാണ്, കഴിഞ്ഞില്ല. പിന്നെയോ അവിടെ പോയി കഴിഞ്ഞാൽ മഹാന്മാരെ കബറങ്ങ പോയാൽ മനസ്സിന് സമാധാനം ഉണ്ടാകും. എന്തുണ്ടാകും? മഹാന്മാരെ കബറങ്ങ പോയാൽ മനസ്സിന് സമാധാനം കിട്ടും. കഴിഞ്ഞില്ല, കേട്ടോളൂ. മഹാന്മാരെ കളിയാക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങും. മഹാന്മാരെ കളിയാക്കുന്നവർ, മഹാന്മാരെ പരിഹസിക്കുന്നവർ, ഇതൊക്കെ ഇല്ലെന്ന് പറയുന്ന ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ കളിയാക്കേണ്ട ബാലുശ്ശേരി. അത് ഹക്കാണ്, തള്ളേണ്ടതല്ല, നിഷേധിക്കേണ്ടതല്ല, ഇല്ലെന്ന് പറയേണ്ടതല്ല, അതൊക്കെ അംഗീകരിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഹക്കാൻ. ഏത്? അമ്പിയാക്കൾ ഔലിയാക്കളെ കബറങ്ങ പോയാൽ കറാമത്തുണ്ടാകുക, അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകുക, മനസ്സിന് സമാധാനം ഉണ്ടാകുക, അവിടെ മലക്കുകൾ ഇറങ്ങും, പ്രകാശമിറങ്ങും, ശൈത്താൻ ബാധയുള്ളവരെ പിടിച്ച് കെട്ടിടപെടപ്പെടും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹക്കാണ്. പറയുന്നതാരാ? നിങ്ങളുടെ നേതാവായിട്ട് ഇക്കഴിഞ്ഞ സമ്മേളനത്തിൽ വരെ എണ്ണിയ ഇബ്നു തൈമിയ്യ പറയുന്നു, അതല്ല ഹക്കാൻ. നാളെ വരട്ടെ, ബാലുശ്ശേരി പറയട്ടെ, അബൂജഹലിനേക്കാളും മോശാണ് ആരും ഇബ്നു തൈമിയ്യയും. കണ്ടല്ലേ? പറയണല്ലോ, ആദർശത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ സയ്യിദുൽ ഉലമയെ പറയാൻ ധൈര്യം കാണിച്ചതുപോലെ പറയട്ടെ ഇബ്നു തൈമിയ്യയെ കുറിച്ച്. അല്ലെങ്കിൽ പറയട്ടെ ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ അങ്ങനെ ഇല്ല എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ താളിച്ചു കൊടുക്കാം. അവർ തയ്യാറുണ്ടോ? വായിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ കയറി വരട്ടെ, എന്നിട്ട് അർത്ഥം വെക്കട്ടെ. ഞാൻ വെച്ച അർത്ഥമല്ല, വേറെ അർത്ഥമാണെങ്കിൽ പറയട്ടെ. എത്ര സംഭവങ്ങൾ പറയാൻ നിങ്ങളെ, എത്ര സംഭവങ്ങൾ! മഹാന്മാരെ കബറങ്ങ പോയാലുള്ള സംഭവങ്ങൾ ധാരാളം. എത്രയാണ് അദ്ദേഹം എണ്ണി പറയുന്നത്? നോക്കൂ നിങ്ങൾ. മഹാന്മാരെ സഹായിക്കുമോ? സഹായിക്കും. ഇതേതാ കിതാബ്? ഇത് ഇബ്നു കസീറിന്റെ മറ്റൊരു കിതാബാണ്. ആ കിതാബ് ഞാൻ ഒരു സംഭവം കൂടി ഉദ്ധരിക്കാം. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മഹാനായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മൂന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹുവിനെ വീട്ടുതടങ്കലിൽ കിടക്കുകയാണ്. ശത്രുക്കൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ വീട്ടുതടങ്കലിൽ കിടത്തിയിരിക്കുകയാണ്. വെള്ളം കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിന് ഒരു ദിവസം നോമ്പാണ്. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെള്ളത്തിന് ആവശ്യം വന്നു, നോമ്പ് തുറക്കാൻ. പക്ഷേ ശത്രുക്കൾ വെള്ളം കൊടുക്കുന്നില്ല. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ നായില റളിയല്ലാഹുവിന് വെള്ളത്തിന് പോകുന്നു. പക്ഷേ ശത്രുക്കൾ വെള്ളം കൊടുക്കുന്നില്ല. നായില റളിയല്ലാഹു അൻഹ വെള്ളം സംഭരിച്ചു വന്നപ്പോഴേക്ക് സുബഹിയോടടുത്തിരുന്നു. ദൂരദിക്കിൽ പോയി വെള്ളം ശേഖരിച്ചു വന്നു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് അതാ നായില വരികയാണ്. വന്നിട്ട് പറയുകയാണ്, ഉസ്മാൻ എന്നവരെ, ഇതാ വെള്ളം, നിങ്ങൾക്ക് വേണ്ട വെള്ളം ഇതാ, വെള്ളം കുടിച്ചുകൊള്ളൂ എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ തങ്ങൾ പറയുകയാണ്, മോളെ വേണ്ട, ഇന്നി അസ്ബതു സായിമാ, ഞാൻ ഇന്നും നോമ്പുകാരനാണ്, എനിക്കിന്നും നോമ്പാണ്. ഉടൻ തന്നെ ഭാര്യ ചോദിക്കുന്നു, ഉസ്മാൻ എന്നവരെ, എവിടുന്നാണ്, ആരാണ് നിങ്ങൾക്ക് വെള്ളം തന്നത്? ഇന്നലെ നോമ്പ് തുറക്കാൻ വെള്ളം എവിടുന്ന് കിട്ടി? നിങ്ങളുടെ അടുക്കിലേക്ക് ഒരാൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ലല്ലോ, വെള്ളം കൊണ്ടുവന്നിട്ടില്ലല്ലോ, പിന്നെ ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത്? ആരാണ് വെള്ളം നൽകിയെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ നിങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ അല്ലാഹു പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ, ഇന്നി റഅയ്തു എന്റെ ഹബീബിനെ ഞാൻ കണ്ടുപോയി. ചെല്ലു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, റസൂലുള്ളാഹി വഫാത്തായി എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്? ഉസ്മാൻ റളിയല്ലാഹു കളവ് പറയുമോ? അതോ ഹാഫിദ് ഇബ്നു കസീർ കളവ് പറഞ്ഞോ? നിങ്ങൾ പറയൂ. ഹാഫിദ് ഇബ്നു കസീർ നിങ്ങളുടെ നേതാവായിട്ട് നിങ്ങൾ എണ്ണുന്ന ഒരാളല്ലേ ഹാഫിദ് ഇബ്നു കസീർ? അദ്ദേഹം പറയുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു പറയുകയാണ്, എന്നെ ഞാൻ മുത്തുനബിയെ കണ്ടു,
വമഅഹു ദൽവും മിൻ മാ. മുത്തുനബി വെള്ളവുമായി കൊണ്ടാണ് വരുന്നത്. എന്ത്? അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് വെള്ളം കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു, ഉസ്മാൻ ഇഷ്റബ് യാ ഉസ്മാൻ, ഉസ്മാനെ കുടിക്കൂ ഉസ്മാൻ, നോമ്പ് തുറക്കാൻ സമയമായല്ലേ, നിനക്ക് ശത്രുക്കൾ വെള്ളം തന്നില്ലല്ലേ, അവർ നിന്നെ തടഞ്ഞു വെച്ചുവല്ലേ, ഇതാ ഉസ്മാനെ വെള്ളം വേണ്ടവോളം കുടിക്കൂ ഉസ്മാൻ. ഞാൻ കുടിച്ചു, വീണ്ടും കുടിച്ചു, വീണ്ടും പറഞ്ഞു നബി എന്നോട് പറഞ്ഞു, ഉസ്മാനെ വീണ്ടും കുടിക്കൂ, വീണ്ടും കുടിച്ചു. അങ്ങനെ സുബ്ഹാനല്ലാഹ് എല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറയുകയാണ്, ഉസ്മാനെ നാളെ വേണമെങ്കിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടിയിട്ട് നിനക്ക് വിജയം കൈവരിക്കാം, അല്ലെങ്കിൽ നാളെ നിനക്ക് ഷഹീദാവാം. എന്നിട്ട് ഉസ്മാനെ നാളെ നിനക്ക് ഇന്നക തുഫ്തിറു ഇൻദനാ, നാളെ വേണമെങ്കിൽ ഉസ്മാനെ എന്റെ കൂടെ നോമ്പ് തുറക്കാം. വേറെ ഹരിവായത്തിൽ കാണാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉമർ എന്നവരോട് കൂടെ നാളെ ബർസഖിയായ ലോകത്ത് നോമ്പ് തുറക്കാം, നാളെ ഷഹീദാകാം. ഉസ്മാനെ ഏതാണ് വേണ്ടത്? ഒന്നെങ്കിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടി വിജയം കൈവരിക്കാം, അല്ലെങ്കിൽ ഷഹീദായിട്ട് നാളത്തെ നോമ്പ് തുറ എന്റെ കൂടെയാവാ. എന്താണ് ഉസ്മാനെ വേണ്ടത്? ഉസ്മാൻ തങ്ങൾ ഭാര്യയോട് പറയുകയാണ്, എന്റെ ഹബീബ് എനിക്ക് രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കാൻ അവസരം തന്നപ്പോ ഞാൻ ഷഹീദാകാൻ അവസരം തെരഞ്ഞെടുത്തു. പിറ്റേ ദിവസം ഉസ്മാൻ തങ്ങൾ ഷഹീദാകുന്നു. നാളെ നടക്കുന്ന കാര്യം മുത്തുനബി തങ്ങൾ ഇന്ന് പറയുന്നു, ഉസ്മാൻ തങ്ങൾ വിശ്വസിക്കുന്നു. സംഭവം ആര് രേഖപ്പെടുത്തുന്നു? ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. നിഷേധിക്കാൻ കഴിയുമോ? ഹാഫിദ് ഇബ്നു കസീറിനെ കുറിച്ച് അബൂജഹലിനേക്കാൾ മോശമാണെന്ന് പറയാൻ തയ്യാറാണോ? ഇവര് പറയട്ടെ, അബൂജഹലിനേക്കാൾ മോശമാണ് പറയട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്ര കാര്യങ്ങൾ കഴിഞ്ഞില്ല, ഇവര് തന്നെ രേഖപ്പെടുത്തുന്ന എത്ര ഇതിന് ഇവരുടെ നേതാവ് ഇബ്നു കസീറിന്റെ മജ്മു ഫതാവ ഇബ്നു തൈമിയ 40 വാള്യമുള്ള കിതാബാണ്. ഇതൊക്കെ ബാലു കണ്ടുകണാണോ? സാധു കോളേജിന്റെ വാതിക്കൽ പോയി തിരിച്ചു വന്നാണ് അങ്ങനെ കിതാബ് കാണാനാ. ഇതിൽ നോക്കും നിങ്ങൾ, എത്ര സംഭവങ്ങളാ, ഒന്നല്ല രണ്ടല്ല. ഇതിന്റെ പേജ് കണക്കിൽ 11-ാം വാള്യത്തിന്റെ 152 മുതൽ 159 വരെ എത്ര സംഭവങ്ങളാ രേഖപ്പെടുന്നത്. മഹാന്മാരുടെ കഴിവുകളെ കുറിച്ച്, മഹാന്മാരുടെ അസാധാരണ സംഭവങ്ങളെ കുറിച്ച് എത്ര സംഭവങ്ങളാ രേഖപ്പെടുന്നത്. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കും നിങ്ങൾ. സഈദ് അൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു ജാലിസൻ ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് സമീഅത്തുൽ അദാൻ, ഞാൻ ബാങ്ക് കേട്ടു. എവിടുന്ന ബാങ്ക് കേൾക്കുന്നത്? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന്. എങ്ങനെ വഫാത്തായി പോയ നബി തങ്ങൾ ബാങ്ക് കൊടുത്തത്? വഫാത്തായി പോയ നബി തങ്ങൾ എങ്ങനെ ബാങ്ക് കൊടുത്തു? ഹറാ കലാപം നടക്കുമ്പോ മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ആളില്ല. ആ സമയത്ത് ആ ബാങ്ക് ആര് കൊടുക്കുന്നു? മുത്തുനബി ഖബറിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് പറയാനുണ്ട് ഇവർക്ക്? എത്ര എണ്ണം! ഞാൻ സമയത്തിന്റെ പരിമിതി മൂലം ചുരുക്കിപ്പോയി. എനിക്കറിയാം നിങ്ങൾ മഗ്‌രിബിന് മുമ്പ് വന്ന ആളുകളാണ്. എത്ര എണ്ണം എണ്ണി പറയാനുണ്ട്. നിഷേധിക്കാൻ കഴിയോ? നിങ്ങൾ എണ്ണി പറയൂ. ഹാഫിദ് ഇബ്നു കസീർ മുശ്രിക്കാണ്, ഇബ്നു ഖയ്യിം മുശ്രിക്കാണ്, ഇബ്നു തൈമിയ്യ മുശ്രിക്കാണ്. പറയാൻ ധൈര്യമുണ്ടോ? ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി മുശ്രിക്കാണ്, ഹാഫിദ് സുയൂത്തി മുശ്രിക്കാണ്, ഇമാം നവവി മുശ്രിക്കാണ്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ഇവിടെ ഇപ്പൊ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ ഇവരെ പരമ്പര എണ്ണിയപ്പോൾ ഒരാളാരറിയോ? മുഹിദ്ദീൻ ഷെയ്ഖ്. നമ്മള് ജനുവരി 8-ന് സമസ്തന്റെ സമ്മേളനം ഉണ്ടായപ്പോൾ ബഹുമാനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സമസ്തന്റെ പരമ്പര ഉസ്താദ് ഇവർക്ക് എണ്ണാര് പൂതിണ്ട്. പക്ഷെ എണ്ണിയ പ്രശ്നമാണല്ലോ. കാരണം ഇവരാരെണ്ണ? ബാലുശ്ശേരി ഉസ്താദ് ആരാ? ബാലുശ്ശേരി ഉസ്താദ് ആരാ? വേണമെങ്കിൽ ഏതൊരു മുജാഹിദ് മൗലവിമാരെ പറഞ്ഞു നോക്കാം. അയാൾ ഉസ്താദ് ആരായിരിക്കും? വേണമെങ്കിൽ കെ മൗലവി പറയാം. അയാൾ ഉസ്താദ് ആരാ? സുന്നിയാണ്. കെ മൗലവി ഉസ്താദ് സുന്നിയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ സുന്നിയാണ്. ആ പരമ്പര അങ്ങോട്ട് പോവില്ല. അപ്പൊ ഇവർ അവിടുന്ന് ഇങ്ങോട്ടൊരു പരമ്പര ഉണ്ടാക്കി. വളരെ രസകരമായ പരമ്പര. എങ്ങനെ പരമ്പര ഉണ്ടാക്കുന്നത്? അവിടുന്ന് ഇങ്ങോട്ട് പരമ്പര വരുന്നത്. ആ പരമ്പര വായിക്കുന്ന ഇങ്ങോട്ടോ നിങ്ങൾ. ലോകത്ത് വലിയായി അറിയപ്പെട്ട അവരൊക്കെ ഈ ഇസ്ലാമിന്റെ തനിമയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വന്ന നവോത്ഥാനത്തിന്റെ നായകന്മാരായിരുന്നു. അവരുടെ പിൻഗാമികളായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ഖയ്യിം
അതിന് മുമ്പ് വായിക്കണം. പിന്നീട് അനാചാരങ്ങൾ വന്നപ്പോൾ അനാചാരങ്ങൾക്കെതിരിൽ അതത് കാലഘട്ടത്തെ പണ്ഡിതന്മാർ, അതിൽ അഇമ്മത്തുൽ അർബഅത്തുണ്ട്, ആ സഹാബിമാരുണ്ട്, സഹാബിമാരുടെ താബിയുകളുണ്ട്, ഭരണകർത്താക്കളായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകളുണ്ട്, നബിയിൽ നിന്ന് നേരിട്ട് കേട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അബൂ മൂസൽ അശ്അരി, അബ്ദുല്ലാഹി ബിൻ ഉമർ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹും. അതിനുശേഷം അവരുടെ പിൻഗാമികളായ അഇമ്മത്തുൽ അർബഅ, ഇമാം മാലിക്, ഇമാം ആരുണ്ട്? അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അതിന് പ്രശ്നം കഴിഞ്ഞില്ലേ? ഇനി കുനു തോതണോ കോന്നുണ്ട് പിത്രത്രക്കാത്ത എതൊരു മദ്ഹബ് സ്വീകരിച്ചാൽ മതി, പ്രശ്നം കഴിഞ്ഞില്ലേ? 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? വിഷയം കഴിഞ്ഞല്ലോ, പറയട്ടെ. ഹനീഫ, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ അംബൽ റഹ്മത്തുള്ളാഹി അലൈഹിം, അവരെ പോലെയുള്ള മഹാന്മാരുണ്ടായിരുന്നു. അവരെ പിന്തുടർന്ന് ജീവിച്ച ഒരുപാട് വലിയകളും സാലിഹികളുമായിട്ടുള്ള അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ പോലെയുള്ള പിൽക്കാലത്ത് ലോകത്ത് വലിയായി അറിയപ്പെട്ട അവരൊക്കെ ഈ ഇസ്ലാമിന്റെ തനിമയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വന്ന നവോത്ഥാനത്തിന്റെ നായകന്മാരാരൊക്കെ? 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അവർക്ക് ശേഷം പിന്നെ ആരാ? മുഹിദ്ദീൻ ശൈഖിനെ. 4 മദ്ഹബിന്റെ ഇമാമികളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാന വഫാത്ത് ഇമാം അഹ്മദ് ഹംബർ റളിയല്ലാഹു അൻഹു ഹിജ്റ 241 ഇമാം അഹ്മദ് റളിയല്ലാഹു വഫാത്താകുന്നത്. ഹിജ്റ 241. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ജനിക്കണമെന്ന ഹിജ്റ 470. എങ്ങനെയാണ് ആ പരമ്പര യോജിക്കുക? മുഹിദ്ദീൻ ശൈഖിന്റെയും ഇപ്പൊ ഞാൻ പരമ്പര അറിയുമ്പോൾ എങ്ങനെ വരേണ്ടത്? എനിക്ക് അറിവ് തന്ന ആളെ ഇന്ന ഉസ്താദിനെ ഞാൻ ആൾ കാണണ്ടേ? നല്ല പരമ്പര അറിയണത്. എന്റെ ഉസ്താദിനെ ഞാൻ ആ ഉസ്താദിനെ കാണണം. ഇത് ഭയങ്കര കറാമത്ത അയാൾ പറയുന്നത്. ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ശ്രദ്ധിക്കണം 241. മുഹിദ്ദീൻ ശൈഖ് ജനിക്കുന്നത് 471. ഏകദേശം 200-ലേറെ വർഷത്തിന് ഡിഫറൻസ് ഉണ്ട്. 2 ആളെ. പിന്നെ വലിയ കറാമത്താണ് മുഹിദ്ദീൻ ശൈഖ് അഹ്മദ് റളിയല്ലാഹു അൻഹു നീ പഠിച്ചു പറഞ്ഞാല്. എന്താണ് ഇവർക്ക് ഈ പറയുന്നത്? എന്ത് ബന്ധാണ് ഇവർ പറഞ്ഞതിനുള്ളത്? ഓക്കെ, മുഹിദ്ദീൻ ശൈഖിനെ അംഗീകരിക്കാൻ തയ്യാറാണോ? പ്രശ്നങ്ങൾ തീർക്കാം, നമുക്ക് ഓരോന്നോരം തീർക്കാം. മന്ത്രിച്ചു നമ്മൾ തയ്യാറായിക്കോട്ടെ. മുഹിദ്ദീൻ ശൈഖിനെ അംഗീകരിക്കണമെങ്കിൽ മുഹിദ്ദീൻ ശൈഖ് എന്താ ഉഞ്ഞത്തിൽ പറയുന്നത്? ഉഞ്ഞത്തിന്റെ കയ്യിലുണ്ട്. ഉഞ്ഞത്തിൽ എന്താ പറയുന്നത്? പനി പിടിച്ചാൽ എന്ത് ചെയ്യണം എന്നാ പറയണത്? മന്ത്രിച്ചൂതണം, ഐക്കൽ കെട്ടണം എന്നാണ്. എന്നാ ബാലുശ്ശേരി കിട്ടുമോ? പനി പിടിച്ചാൽ ഐക്കൽ കെട്ടുന്ന ഉഞ്ഞത്ത് പറയുന്നത്. കെട്ടാൻ തയ്യാറുണ്ടോ? പ്രസവേദന എന്താ ചെയ്യേണ്ടത്? ഉഞ്ഞത്തിൽ പറയുന്നു പിഞ്ഞാണം എഴുതി കുടിക്കണം. അല്ലെ, പിഞ്ഞാണ് എഴുതി കുടിക്കണം ഉഞ്ഞത്തിൽ പറയുന്നത്. നിങ്ങളെ പരമ്പരയിൽ ഉണ്ട് ആരെയാണ്? മുഹിദ്ദീൻ ശൈഖിനെ. മുഹിദ്ദീൻ ശൈഖിന്റെ കിതാബാണ് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ തയ്യാറാണോ? പിന്നെ ആരുണ്ട്? ഇബ്നു ഖയ്യിമുൽ ജൗസി. ഇബ്നു ഖയ്യിമുൽ ജൗസിയുടെ കിതാബൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വിഷയം തീരും. മരിച്ചോട് തോന്നണ ഓതണ്ടേ, കബറിന് ഓതണ ഓതണ്ടേ? ഇബ്നു ഖയ്യിമിന്റെ കിതാബാണ് എന്റെ കയ്യിൽ. ഈ കിതാബ് ഞാൻ വായിക്കാം. എന്താ ചെയ്യുന്ന? സഹാബികൾ എങ്ങനെയായിരുന്നു? ഇതിൽ പറയുന്നു, ഇതിന്റെ 18-19 പേജുകൾ പറയുന്നു. നോക്കൂ നിങ്ങൾ. കാനത്തുൽ അൻസാർ ഇദാ മാത ലഹുമുൽ മയ്യിതു ഇഖ്തലഫു ഇലാ ഖബ്രിഹി. ഇവിടെ ഇബ്നു ഖയ്യിമിന്റെ കിതാബ് ഞാൻ ഉദ്ധരിക്കുന്നത്. നോക്കൂ നിങ്ങൾ. ഇബ്നു ഖയ്യിം പറയാണ്, അന്ന് സഹാബികൾ കാനത്തുൽ അൻസാറു ഇദാ മാത ലഹുമുൽ മയ്യിത്, സഹാബികളെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ രീതി എന്താ? ഖബറിലേക്ക് അവർ പോകും. ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്താള്, അയാൾ വരുമ്പോൾ അടുത്താള് എന്താണ് പോയിട്ട് പണി? ഖുർആൻ പാരായണം ചെയ്യും. ആരാ പറയുന്നത്? ഇബ്നു ഖയ്യിം. അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ഇബ്നു ഖയ്യിം പറയണ എന്തൊക്കെ അറിയോ? ജിന്നിനെ അടിച്ചിറക്കണം എന്നാണ് പറയുന്നത്. മനുഷ്യനും പറഞ്ഞിട്ടുണ്ട്. വേറെ ആരും മനുഷ്യന്റെ ഒരു ക്ലിപ്പിലുണ്ട്. പള്ളിന്റെ ഒരു സൈഡ് നമ്മൾ ജിന്നിറക്കാൻ വേണ്ടി മാറ്റി വെക്കണം എന്നാണ്. മനുഷ്യന് സക്കരിയ സലഹ് ജിന്നിറക്കാൻ വേണ്ടി മാറ്റി വെക്കണം എന്നാണ്. ജിന്നിറക്കണ രംഗക്കുണ്ട്. വേണ്ടി നമുക്ക് പിന്നീടാവാം. കുറച്ചൊരു ഇരുട്ടായിട്ടേ പറ്റുള്ളൂ. ജിന്നൊക്കെ ഇറങ്ങണമെങ്കിൽ കുറച്ച് സമയം കഴിയണം. ഇവര് പറഞ്ഞതൊക്കെ ഉണ്ട്. മന്ത്രി ചൂതണമെന്നും മന്ത്രി ചൂതിയപ്പോലെ പൈപ്പിലൂടെ ഊതണമെന്ന് പറഞ്ഞ ക്ലിപ്പുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നിഷേധിക്കാൻ കഴിയില്ല ഒന്നും. ഞാൻ സമയമില്ലാത്തതുകൊണ്ടിരിക്കുന്നു, കിടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇവർ പറഞ്ഞ നേതാക്കന്മാർ അംഗീകരിക്കാൻ തയ്യാറായാൽ തന്നെ പ്രശ്നം തീരും. പിന്നെ ആരേണ്ടത്? മഹാനായ സയ്യിദുന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വിശ്വാസം എന്തായിരുന്നു?
വഫാത്തിന്റെ വേളയിൽ പോയി നോക്കൂ നിങ്ങൾ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ എന്താ ചെയ്തത്? ഔസാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇൻദൽ മൗതി ഫദആ ബിശഅരിൻ മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്തിന്റെ വേളയിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തന്റെ അടുക്കൽ ആളുകളോട് പറയുകയാണ്, മുത്തുനബിയുടെ പരിശുദ്ധമായ തുരികേശങ്ങൾ കൊണ്ടുവരണം. എന്നിട്ട് കൊണ്ടുവരുന്നു. പിന്നെന്താ കൊണ്ടുവരാൻ പറയുന്നത്? മുത്തുനബി തങ്ങൾ നഖം മുറിച്ചപ്പോ ആ നഖങ്ങൾ പല സഹാബികളും എടുത്തു വെച്ചിരുന്നു. ആ നഖങ്ങൾ കൊണ്ടുവരാൻ പറയുന്നു. വഖാല, എന്നിട്ട് ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയാണ്, ഇദാ മിത്തു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫഖുദുശ്ശഅറ വൽ അൽഫാറ, നിങ്ങൾ ആ മുടിയെടുക്കണേ, ആ നഖമെടുക്കണേ. എന്നിട്ട് സുമ്മ ജഅലുഹാ ഫീ കഫനി, എന്റെ കഫൻ തുണിയിൽ മുത്തുനബിയുടെ നഖങ്ങളും മുടികളും വെക്കണം. ആര് വിശ്വാസ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. നിങ്ങളെ വാദം എന്താ? അസാധാരണ രീതിയിലൂടെ ഒരു വസ്തുവിന്റെ ഗുണം പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ കാഫറാണെന്നല്ലേ രേഖ എന്റെ കയ്യിലുണ്ട്, നിഷേധിക്കാൻ പറ്റുമോ? അതിന്റെ പേരിലല്ലേ ഞങ്ങളെ കാഫർ എന്ന് വിളിക്കുന്നത്? അതിന്റെ പേരിലല്ലേ ശിർക്കാരോപിക്കുന്നത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് സുബ്ഹാനല്ലാഹ് മഹാൻ വഫാത്തായപ്പോൾ അവരങ്ങനെ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ നിങ്ങൾ പരമ്പരയിൽ എണ്ണിയ, നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് നിങ്ങൾ സമ്മേളനത്തിൽ എണ്ണിയ ആളുകൾ അവരെ കിതാബ് വെച്ചുകൊണ്ടും വേണമെങ്കിൽ മാത്രം ചർച്ചയാവാം. അതെന്റെ പ്രശ്നം. അപ്പോൾ എന്ന് പറയോ? അതെ, അവരെ ഞങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ചില വിഷയങ്ങൾ പിഴവച്ചിട്ടുണ്ട് പറയുമ്പോൾ. അപ്പൊ ഏതാ വിഷയം? അത് ഇവര് പറയുന്ന വിഷയം. അപ്പൊ തീരുമാനിക്കുന്ന മാനദണ്ഡം എന്താ? അത് ഇവര് പറയുന്നത് ആണ് മാനദണ്ഡം. ആരാ ഇവര്? ഖുർആനിൽ കള്ള ആയത്തുണ്ടാക്കിയ ആൾക്കാർ. നിങ്ങൾക്കറിയോ, വിസ്ഡം ഗ്രൂപ്പ് ചെറിയ സാധനമൊന്നുമല്ല. ഖുർആനിൽ കള്ള ആയത്തും ഹദീസും ഉണ്ടാക്കിയ ആൾക്കാർ. ഞാനതൊരു കളിപ്പിച്ചു തരാം. കള്ള ആയത്ത്, ആയത്തിന് ദുർവ്യാഖ്യാനം ഉണ്ടാക്കിയല്ല, കള്ള ആയത്തുണ്ടാക്കി കേട്ടോ. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണം, കേരളത്തിന്റെ മണ്ണിൽ ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന വാദം ഉന്നയിച്ചവർ രംഗത്ത് വന്നപ്പോ നമ്മുടെ നാട്ടിൽ ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഒരു ആയത്ത് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അതിൽ പ്രത്യേകമായ ഒരു അർത്ഥകൽപ്പന നൽകി വിശദീകരിക്കുകയും ചെയ്തത് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനമല്ല, കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനമല്ല. നേരെ മറിച്ച് അതിന്റെ മുന്നിൽ നിന്ന ആളുകൾ ജിന്നുവാദവുമായി കടന്നു വന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ കുഫ്റിന്റെയും ശിർക്കിന്റെയും വാദഗതികൾ അവതരിപ്പിച്ച, എത്രത്തോളം ഞങ്ങൾക്ക് കശ്ഫുണ്ടെന്ന് മാത്രമല്ല കശ്ഫു വഴി ഞങ്ങൾ ജിന്നിനോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമെന്ന് പോലും വാദിച്ച് മന്ത്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വിസ്റ്റം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ദുർവ്യാഖ്യാനത്തിന്റെ തൊപ്പി നിങ്ങളുടെ തലയിൽ തന്നെ ഇരിക്കട്ടെ. ഞങ്ങളത് വെച്ചു തരുകയാണ്. ഞങ്ങൾ കൃത്യമായി അതിന്റെ തെളിവും ഇവിടെ സമർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ആയത്ത് നിർമ്മിച്ച് അതിന് പ്രത്യേക ആരാ കള്ളായത്തുണ്ടാക്കിയത്? വിസ്ഡം ഗ്രൂപ്പ്. ആരാ പറഞ്ഞത്? അനസ് മൗലവി, KNMന്റെ നേതാവ്. ഇനി കള്ള ഹദീസ് ആരുണ്ടാക്കിയത്? അത് ഇവര്. കള്ള ഹദീസ് കേൾക്കണോ? മുജാഹിദ് ബാലുശ്ശേരി കള്ള ഹദീസ് ഉണ്ടാക്കുന്നത് കേട്ടോളൂ. മുജാഹിദ് ബാലുശ്ശേരി ഒരു കള്ള ഹദീസ് ഉണ്ടാക്കുന്നത് കേട്ടോളൂ. ലോകത്തെവിടെ തന്നെ അങ്ങനെ ഹദീസ് കാണില്ല. അവർ പറയട്ടെ, കിട്ടില്ല. അത് ചെയ്തത് വിസ്റ്റം ജിന്ന് വിഭാഗമാണ്. ആയത്ത് ഇനി രണ്ട് കള്ള ഹദീസ് ഉണ്ടാക്കിയത് ആരാ? ഏത് കുടുംബത്തിൽ നിന്ന് വന്നവനാ കള്ള ഹദീസ് ഉണ്ടാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തത് റസൂലിന്റെ പേരിൽ വെച്ചുകെട്ടി നുണ പറഞ്ഞവനാരാണ്? അതിന് ആധികാരികത ഉണ്ടാക്കിയവനാരാണ്? ഇത് വളരെ കൃത്യമാണ്. കേട്ടോ ഹദീസ്. എന്താണ് റസൂലുള്ളാഹിന്റെ പേരിൽ പറയുന്ന ഹദീസ്? അല്ലാഹ് ഹലാലാക്കിയ ഒരു രണ്ടാം ഭാര്യ നിങ്ങൾ അനുവദിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ നല്ലോണം അനുവദിച്ചത് ഞങ്ങളൊക്കെ കിട്ടിയിരുന്നു. മുജാഹിദ് ബാലുശ്ശേരി പെണ്ണുങ്ങൾ ക്ലാസ് എടുക്കാണ്. 2 ഭാര്യ കെട്ടണം അള്ളാഹു അനുവദിച്ചാണ്. നിങ്ങൾ അനുവദിക്കാത്തതുകൊണ്ട് ഞങ്ങളൊന്നും കെട്ടണില്ല. നിങ്ങൾ അനുവദിച്ച 2 ഭാര്യ കെട്ടാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. പറയട്ടെ, അത് കെട്ടിക്കോട്ടെ, നമുക്ക് ഒരു വിഷയമല്ല. പറയട്ടെ, അടി വിടാനാവൂല എന്ന് വിചാരിച്ചിട്ടാ. സത്യം, പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ
ബാപ്പാരെ കണ്ണുനീര് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം പറയാം. നിങ്ങൾ വിചാരിക്കല്ലോ മൗലൈമാര് രണ്ടെട്ടുന്ന് ഓൽക്ക് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. പടച്ചോനാണ് ഹൃദയത്തിൽ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദാ ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ, കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിക്കാണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങളെ ഭർത്താക്കും, അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞ് കരയും ഇബ്രാഹിക്ക, എന്നും പറഞ്ഞ് കരയും. ജീവിതത്തിൽ പലപ്പോഴും തോന്നുന്നു ഇബ്രാഹിക്ക ഞാൻ കെട്ടിക്കോളാം നിങ്ങളെ മോളെ എന്ന് പറയാൻ. നിങ്ങൾ അനുവദിച്ചോ? നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ? എന്നിട്ട് ആ ബാപ്പാന്റെ ഞങ്ങൾ പ്രസംഗ രംഗത്തൊക്കെ പോകുന്നുണ്ട്, ഞങ്ങളോടാ പറയാ. അതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും. പടച്ചോനെ, ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ, കേട് വന്നു പോവല്ലോ, ഓളെ കല്യാണം കഴിച്ചാൽ ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ. അത് നിങ്ങൾ അനുവദിച്ചില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, സഹാബികൾ 2 ഭാര്യമാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യവും കൂടി പറഞ്ഞു. ഇതുവരെ പറഞ്ഞോണ്ടിരിക്കട്ടെ, അയാൾ 2 കെട്ടായിരിക്കും വിഷയത്തിൽ കിടക്കുന്നില്ല. അയാളിഞ്ഞ് പറഞ്ഞോട്ടെ, നബിത്തങ്ങൾ പറഞ്ഞോട്ട് കഥ പറയുന്നുണ്ട്, ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഹദീസ് എവിടെയില്ല കേട്ടോ. നിങ്ങളാരും അനുവദിച്ചോളൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ? എന്തേ സ്നേഹം കൂടുതലുണ്ടാണെന്ന് എന്നാണ് നിങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ, റസൂലിന്റെ ഹദീസ് എന്താ അറിയോ? ഒരു വലിയ മുത്ത് സ്വർഗത്തില്, ഒരു വലിയ മുത്ത്. ആ മുത്തിനുള്ളിൽ ഒരാള് പ്രവേശിക്കും, ഭാര്യ ഭർത്താവ്. എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ പ്രവേശിക്കാറിയോ? ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക. ആ വലിയ മുത്ത് സ്വർഗത്തില്. പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവ് ഉണ്ടാവും. എനിക്ക് കാണാൻ പറ്റൂല, അവർക്ക് ഇനിയും കാണാൻ പറ്റൂല. മനസ്സിലായോ? അവിടെ ആരാ പ്രവേശിക്കുക? 2 കല്യാണം കഴിച്ച പുരുഷനും ആ 2 കല്യാണം കഴിച്ച ദമ്പതിമാരും. എന്തേ അള്ളാഹു അവർക്ക് സ്വർഗത്തെ പ്രത്യേകത കൊടുത്ത്? വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന, ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളിപ്പോയ, പടച്ചോനെ പേടിച്ച് ഒരു പെണ്ണിനെ കെട്ടിയതിന്റെ പേരില്, 2 സ്ത്രീകളെ പോറ്റിയതിന്റെ പേരില് അള്ളാഹ് കൊടുക്കണ ഒരിടം. സ്വന്തം ഭർത്താവിന് അത്തരം ഒരിടം കിട്ടണോന്ന് ഈ മുത്തുള്ള സ്വർഗത്തിലുള്ള ഈ മുത്തിനെ കുറിച്ച് പറഞ്ഞ ഈ ഹദീസ്, 2 പെണ്ണ് കിട്ടിയാൽ കിട്ടുന്ന ഈ മുത്തു ഒരു പ്രത്യേകതരം മുത്താണത്. അത് സ്വർഗത്തിലുള്ള മുത്താണ്. ആ മുത്തിനെ കുറിച്ച് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നാണ് ഇയാൾ പറയുന്നത്. ഈ ഹദീസ് എവിടെ? ബുഖാരിയിലുണ്ടോ? ബുഖാരിയിലുണ്ടോ? വേണ്ട, വേറെ കിതാബിലുണ്ടോ? മുസ്ലിമിലുണ്ടോ? ഉണ്ടോ? അബൂദാവൂദിലുണ്ടോ? ഇല്ല. തിർമിദിയിലുണ്ടോ? ഇല്ല. ഇബ്നു മാജയിലുണ്ടോ? ഇല്ല. മുസ്നദുകളിലുണ്ടോ? ഇല്ല. മുസന്നഫുകളിലുണ്ടോ? ജാമിഉകളിലുണ്ടോ? സഹീഹുകളിലുണ്ടോ? വേണ്ട ഒരു നഹ്വിന്റെ കിതാബിലെങ്കിലും ഉണ്ടോ? ഒരു അവാമിലോ തഖ്രീബുൽ ലിസാനിലോ എവിടെയും ഉണ്ടോ? കള്ള ഹദീസ് കൊണ്ടുവന്നിരിക്കുക ഇയാള്. അരേ മുജാഹിദ് ബാലുശ്ശേരി, ഇയാളൊക്കെ പിന്നാരം നടക്കാൻ ഈ സാധകക്ക് എന്ത് പറ്റിപ്പോയി? നമ്മൾ പറയല്ലോ, മുത്തുനബിന്റെ പേരിൽ കള്ള ഹദീസ് ഉണ്ടാക്കാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിത്വം അയാളാണ്. സയ്യിദുൽ ഉലമ കിതാബ് ഓതി കൊടുക്കുന്നത് അയാളാണ്. സമസ്തന്റെ ആലിമ്യങ്ങളെ കാഫറാക്കുന്നത്, സമസ്തനെ മൊത്തം കാഫറാക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ കള്ള ഹദീസ് പറയട്ടെ. ഒരു നഹ്വിന്റെ കിതാബിലെങ്കിലും ഈ ഹദീസ് ഉണ്ടോ? ഭൂമി ലോകത്ത് ഈ ഹദീസ് എവിടെ എഴുതപ്പെട്ടു? നിങ്ങൾ മനസ്സിലാക്കണം. എവിടെയുള്ളത്? ഒരു മൗദൂആയ ഹദീസ് പോലും അയാൾ പറഞ്ഞത്. അതുമില്ല. അവ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ആയത്തുണ്ടാക്കുന്ന, ഹദീസ് നിർമ്മിച്ചുണ്ടാക്കുന്ന ഇവരെയാണോ നിങ്ങൾ പിൻപറ്റുന്നത്? ഇവരെയാണോ നിങ്ങൾ താങ്ങി നടക്കുന്നത്? ഇവരെയാണോ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? ഇവരെയാണോ മറുപടി കൊണ്ടിരുന്നത്? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയട്ടെ. മുജാഹിദ് ബാരിഷിന്റെ ക്ലിപ്പാണ് ഏൽപ്പിച്ചത്. മുത്തുനബിന്റെ പേരിൽ കള്ള ഹദീസ് ഉണ്ടാക്കിയാൽ വിശുദ്ധ ഖുർആനിൽ തായത്തുണ്ടാക്കുന്ന വിഭാഗം വിസ്ഡം ഗ്രൂപ്പ്. ഈ സഹാബത്തിനെ കുറിച്ച് പറഞ്ഞത്, സഹാബത്തിനെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കിയ ആളുകൾ എത്ര എണ്ണ വിഷയങ്ങൾ അറിയും. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇവരെ പിന്നാലെ നമ്മൾ പെട്ടുപോകരുത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അയാൾ എന്തൊക്കെയാ പ്രസംഗിച്ചത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കുറിച്ചും അതിന്റെ ആലിമ്യങ്ങളെ കുറിച്ചും അദ്ദേഹം പറയാണ്, വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്ന ഇവിടുത്തെ RSSഉം BJP ഒന്നുമല്ല, സമസ്തക്കാരാണ്. മൈക്ക് കിട്ടിയാൽ ഒന്നും പറയാൻ മടിയില്ല. ഇവിടെ വെച്ച് പ്രസംഗിച്ച വേറെ എവിടെയല്ല, ഇവിടുന്ന് പ്രസംഗിച്ചതാണ്.
RSSനേക്കാളും BJPക്കാളും മോശത്തര സമസ്ത. എങ്ങനെ ഇതൊക്കെ പറയാൻ കഴിയുന്നുണ്ടല്ലോ? പറയട്ടെ, പറ്റി ഒന്ന് ആലോചിച്ചു. ഈ ജനതയെ പറ്റി ഒന്ന് ആലോചിച്ചു. ഖുർആൻ എവിടെ കിടക്കുന്നു, ഈ ജനത എവിടെ കിടക്കുന്നു? ലോകത്ത് ഖുർആനിന് ഏറ്റവും വലിയ ശത്രു സമസ്തയാണ്. RSS BJP യുക്തിവാദി നിരീശ്വരവാദി ഒന്നുമല്ല. ഖുർആനിന്റെ ഏറ്റവും വലിയ ശത്രു കേരളത്തിന്റെ സമസ്ത. ഖുർആനിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അകറ്റി ഏകവർഗം സമസ്തയിലെ പണ്ഡിതന്മാർ. ഇത് ശരിക്കും മനസ്സിലായി കണ്ടോ? എന്താ പറഞ്ഞത്? കേരളത്തിലെ ഖുർആന്റെ കഠിന ശത്രു BJPയും RSS ഒന്നുമല്ല, സമസ്തയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ തിരുത്തി കൊടുക്കണ്ടേ? കൂട്ടരെ, ഇങ്ങനെയൊന്നും പറയണ്ടെന്ന് മാന്യമര്യാദക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് നമ്മൾ ചെയ്യുന്നുള്ളൂ, വേറൊന്നും ചെയ്യണില്ല. എന്നിട്ട് ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് വഹാബിസം. ഖുർആൻ മൊത്തം വഹാബിസം. വഹാബി ആശയങ്ങൾ മുഴുവനുള്ള ഖുർആനിലാണ്. വഹാബിസം ഒന്നെങ്കിലും ഖുർആനിലുണ്ടോ? മുഴുവൻ പോയിട്ട് ഖുർആൻ മുഴുവൻ വഹാബിസം കൊണ്ട് കുത്തി നിറച്ചത് എവിടെ ഉപയോഗിച്ച്? ഇവിടെ പ്രസംഗിച്ചെങ്ങനെയാ? വഹാബിസം കൊണ്ട് ഖുർആൻ കുത്തി നിറച്ചിരിക്കുന്നു. പറയട്ടെ, വിശുദ്ധ ഖുർആനിൽ വഹാബിസമല്ലാതെ വേറെ കേരളത്തിൽ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ചർച്ചല്ല. ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരാൾ ശരിക്കിരുന്ന് വേണ്ട. ഈ റഹ്മത്തുള്ള കാസിമിന്റെ പരിഭാഷ EK സുന്നി വായിച്ചാൽ, ഓൻ ഫുള്ളായിട്ട് വായിച്ചാൽ ഓൻ പിന്നെ EK സുന്നിയിൽ ഉണ്ടാവൂല. വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? സത്യസന്ധമായിട്ട് ഉണ്ട്, നമ്മൾ റെഡിയാ. നമുക്ക് രണ്ടാക്കും ഇരുന്ന് വായിക്കാൻ തലക്കുന്നത്. ആ പരിഭാഷ എഴുതിയാൽ ഇപ്പോഴും സുന്നിയാണ്. പരിഭാഷനെ കുറിച്ചാ പറഞ്ഞ. പരിഭാഷ എഴുതിയാൽ ഇപ്പോഴും സുന്നിയനല്ലേ? എന്താ അയാൾക്ക് പറയേണ്ടെന്നോ എന്താ പറയാൻ പാടില്ലാത്തെന്നോ ഒന്നുമില്ല. എന്തും പറയാനുള്ളല്ലേ ഇതിനെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഗൗരവത്തോടെ മനസ്സിലാക്കി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. സമയം ഏറെ വൈകിയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു ഇത്തരം വിപത്തുകളെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.